റോഡിൽ തൂക്കിയിട്ടിരുന്ന മണിയിൽ ശബ്ദം മുഴക്കിക്കൊണ്ട് അവൻ കടയുടെ അകത്തേക്ക് കയറി. കടയുടമ ഒരു മാഗസീനും വായിച്ചിരിക്കുകയായിരുന്നു. ഇതിന് എനിക്ക് എന്ത് കിട്ടും? തന്റെ കയ്യിലെ മോതിരം കൗണ്ടറിൽ വെച്ചുകൊണ്ട് അവൻ അത് ചോദിച്ചപ്പോൾ കടയുടമ പതുക്കെ ആ മോതിരത്തിലേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ വിടർന്നു. പേടിയോടെ അയാൾ ചാടി എഴുന്നേറ്റു. എവിടുന്നാണോ നിനക്കിത് കിട്ടിയത്? ഇതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് പറ. കയ്യിലെ വാച്ച് നോക്കിക്കൊണ്ടാണ് അഭിനവ് അത് ചോദിച്ചത്. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു തോക്കെടുത്ത് അയാൾ അവന്റെ നേർക്ക് നീട്ടിയത്. പേടിച്ച് അഭിനവ് കൈകൾ മുകളിലേക്ക് ഉയർത്തി പുറകിലേക്ക് മാറി. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കും, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട. ചെക്ക, നിന്നെ ഇതിലേക്ക് ആരാണ് വലിച്ചിട്ടത് എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് എടുത്തുകൊണ്ട് എന്റെ കടയുടെ പുറത്ത് നീ ഇപ്പോൾ പോണം. ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. കൗണ്ടറിലിരുന്ന മോതിരം എടുത്ത് അഭിനവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് വാതിൽ ചൂണ്ടിക്കാട്ടിയാണ് അയാൾ അത് പറഞ്ഞത്. അഭിനവ് പുറത്തേക്ക് പോയതും കടമുടക്കം എന്ന ബോർഡ് തൂക്കിയിട്ട കടക്കാരൻ പെട്ടെന്ന് മനഃപ്പാഠമായ ആ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. ടൈഗർ തിരിച്ചു വന്നിരിക്കുന്നു. ഓടഭിനവോട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോ, ഇല്ലെങ്കിൽ ഇവന്മാർ നിന്നെയും കൊല്ലും. കാലിൽ പതിച്ച ബുള്ളറ്റിന്റെ വേദനയിൽ സഞ്ജയ് അലറിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. അവന്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ അഭിനവ് ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇല്ല അച്ഛ, അച്ഛനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. തങ്ങളെ തിരഞ്ഞ ആളുകൾ വരുന്നത് സഞ്ജയ് കണ്ടു. അവർ തങ്ങളുടെ അടുത്തേക്ക് എത്താൻ അധികം നേരമില്ല എന്ന് അവൻ മനസ്സിലാക്കി. ഇത് നീ നന്നായിട്ട് നോക്കണം, മനസ്സിലായോ? ഇതും പറഞ്ഞ് തന്റെ കയ്യിൽ കിടന്ന മോതിരം അഭിനവിന്റെ വിരലുകളിലേക്ക് അവൻ തിരികെ കയറ്റി. അഭിനവ് വെറുതെ ഒന്ന് തലയാട്ടി. വെടിയേറ്റ കാൽ വലിച്ചെടിച്ചുകൊണ്ട് സഞ്ജയ് പതുക്കെ എഴുന്നേറ്റു. തന്റെ കാറിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ആ കാലുമായി കയ്യിലെ തോക്കും ചൂണ്ടി നടന്നു ചെന്നു. മറഞ്ഞു നിന്നുകൊണ്ട് അഭിനവ് തന്റെ അച്ഛനും എതിരാളികളും പരസ്പരം വെടിവെക്കുന്നത് കണ്ടു നിന്നു. ബുള്ളറ്റുകൾ പായുന്നത് കണ്ട് അഭിനവ് പേടിച്ച് അവിടെ ഒതുങ്ങിയിരുന്നു. പെട്ടെന്ന് പേടിപ്പിക്കുന്ന മുഖമുള്ള ഒരാൾ വന്ന് അഭിനവിന്റെ അച്ഛന്റെ നെഞ്ചത്ത് നോക്കി തന്നെ വെടിവെച്ചു. മരണം നൽകിയ വെടി മുട്ടുകുത്തിക്കൊണ്ട് സഞ്ജയ് താഴേക്ക് വീണു. അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപായിട്ട് സഞ്ജയ് അഭിനവിനെ ഒന്ന് നോക്കി. എന്നെ വെടിവെച്ചവന്റെ മുഖം നീ ഓർത്തു വെക്കണം ടൈഗർ. നീ ഇതിന് പ്രതികാരം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പതാ. അച്ഛാ, സഞ്ജയ് അപ്പോഴേക്കും കണ്ണുകൾ അടച്ചിരുന്നു. അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം. ഇപ്പോഴും അഭിനവിനറിയില്ല എന്തുകൊണ്ടാണ് അവന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടതെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നു. അന്ന് മുതൽ അവൻ അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി തന്നെയാണ് നോക്കുന്നത്. അന്നേ ദിവസം രാത്രി നൈറ്റ് ക്ലബിലെ ഇരുമ്പ് തുണികളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അഭിനവ്. ഹലോ, എന്തായി തൂപ്പുപണികളൊക്കെ? ആ ശബ്ദം കേട്ടതും മുഖത്തേക്ക് നോക്കാതെ തന്നെ അതാരാണെന്ന് അഭിനവ് തിരിച്ചറിഞ്ഞു. ദേവൻ, നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാൾ. ക്ലബിലെ റെഗുലർ VIP ആയ ദേവൻ ഒരു ധിക്കാരിയും അഭിനവിന്റെ കാമുകി വൈഷ്ണവിയെ അത്രയ്ക്ക് മോഹിക്കുന്നവനുമായിരുന്നു. ദേവൻ ഈ സമയം അവന്റെ അടുത്തേക്ക് വന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നേ പോയി തൂങ്ങി ചത്തേനെ. നിന്നെ പോലെ ആരുമല്ലാത്ത ഒരുത്തിന്റെ കൂടെ ആ വൈഷ്ണവി വെറുതെ സമയം കളയുകയാണ്. അത് കേട്ടതും ചാടി എഴുന്നേറ്റ അഭിനവ് ദേവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി അവന്റെ മുഖാമുഖം നിന്നു. വേണമെങ്കിൽ അവന് ഒറ്റയടിക്ക് ദേവനെ വീഴ്ത്താം. പക്ഷെ ഈ ജോലി നഷ്ടപ്പെടുത്താൻ അവന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അവൻ മിണ്ടാതെ നിന്നു. എന്താടാ, നിനക്കൊന്നും പറയണ്ടേ? എനിക്ക് തോന്നുന്നില്ല നീ മിണ്ടുമെന്ന്. ചിലർ ജനിക്കുന്നത് തന്നെ രാജാവായിട്ടായിരിക്കും. മറ്റു ചിലർ അവർ പോകുന്ന വഴികൾ വൃത്തിയാക്കാൻ വേണ്ടിയും ജനിക്കും. ചിലർ പറഞ്ഞത് ശരിയായിരുന്നു. ചിലർ ജനിക്കുന്നത് തന്നെ രാജാവായിട്ടാണ്. അഭിനവ് അത്തരത്തിലൊരു രാജാവാണ്. ദേവൻ ഇതുവരെ അതറിയില്ല എന്ന് മാത്രം. അടുത്ത ദിവസം വൈഷ്ണവിയുടെ അപ്പാർട്ട്മെന്റിൽ അഭിനവ് എത്തിയപ്പോൾ ഉച്ചത്തിൽ സംഗീതം അകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അഭിനവിന് ആകെ ഒരു അസ്വസ്ഥത തോന്നി. അവളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു സൂചനയും അവൾ തന്നിരുന്നില്ല. തുടർച്ചയായി അഭിനവ് വാതിലിൽ മുട്ടിയപ്പോൾ കുറച്ചു കഴിഞ്ഞ് വളരെ സെക്സിയായ വില കൂടിയ ഒരു വസ്ത്രം ധരിച്ച് അവൾ വന്ന് വാതിൽ തുറന്നു. വൈഷ്ണവിയുടെ മുറി നിറയെ ഗസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അഭിനവ് ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നിൽക്കുന്നവർ മുഴുവൻ തന്നെ തന്നെയാണ് തുറിച്ചു നോക്കുന്നത് എന്ന് അഭിനവ് മനസ്സിലാക്കി. വിഷയത്തിൽ നിന്നും വഴുതി മാറാൻ വേണ്ടി അവൻ അവൾക്ക് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച കപ്പ് കേക്ക് നീട്ടി. ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണവി. അപ്രതീക്ഷിതമായി ദേവൻ ആ ഡോറിനടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് മോളെ ഇതുപോലെ ഒരു കപ്പ് കേക്ക് മാത്രം വാങ്ങാൻ കഴിവുള്ളവനെ കൂടെ നിർത്തുന്നത്? നിനക്ക് ഞാൻ ബേക്കറി തന്നെ വാങ്ങിച്ചു തരില്ലേ? ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ടാഞ്ഞ് വൈഷ്ണവിയെ ചുംബിച്ചു. അഭിനവിന്റെ ഹൃദയം അത് കണ്ട് തകർന്നു പോയി. അവിടെ കൂടുന്നവരെല്ലാവരും ആർത്ത് വിളിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ദേവനും ഒരുമിക്കാൻ തീരുമാനിച്ചു. നമ്മൾ തമ്മിലുണ്ടായിരുന്നതെല്ലാം ഇവിടെ അവസാനിച്ചു അഭിനവ്. നിനക്കല്ലേലും എന്നെ താങ്ങാൻ പറ്റില്ലല്ലോ. ദേവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് വൈഷ്ണവി ഇത് പറഞ്ഞത്. ഇറങ്ങിപ്പോടാ മണ്ട. അഭിനവിനെ കളിയാക്കിക്കൊണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ദേവൻ അവന്റെ കയ്യിലിരുന്ന കപ്പ് കേക്ക് എടുത്ത് അവന്റെ തലയിൽ തന്നെ എറിഞ്ഞു. എന്നാൽ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറിയ അഭിനവ് അത് പിടിച്ചെടുത്ത് തിരിച്ച് ദേവന്റെ മൂക്കിൽ തന്നെ ശക്തിയായി എറിഞ്ഞു. മൂക്ക് മുറിഞ്ഞ് ചോര തന്റെ വില കൂടിയ സൂട്ടിൽ വീണതും ദേവൻ ഞെട്ടിത്തെറിച്ചുപോയി. നീ ഇതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കും. എന്നാൽ അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു മദ്യക്കുപ്പിയും എടുത്ത് വാതിലും വലിച്ചടച്ച് ഇറങ്ങിപ്പോയി. അവിടെയുള്ള ആർക്കും ആ നഗരത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയായി അഭിനവ് മാറിയത് അറിയില്ലായിരുന്നു. അടുത്ത ദിവസം കവളിൽ ശക്തമായ ഒരു അടി കൊണ്ടപ്പോഴാണ് അഭിനവ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ആരാ നീ? എങ്ങനെയാ നീ എന്റെ മുറിയിലെത്തിയത്? നീ എന്തൊക്കെയാ ചെയ്തത്? ആ കാഴ്ച കണ്ട് അഭിനവ് ഞെട്ടിപ്പോയി. വസ്ത്രമൊന്നും ധരിക്കാതെ
ഏതോ അജ്ഞാതയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് താൻ കിടക്കുകയാണ്. അയ്യോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ഡോർ ചവിട്ടി തുറന്നുകൊണ്ട് ഹരിദേവൻ മേനോനും ആ പെൺകുട്ടിയുടെ സഹോദരൻ സൗരവും കടന്നു വന്നു. അയ്യോ മുത്തശ്ശൻ കരുതുന്നത് പോലെ ഒന്നുമില്ല, ഞാൻ എല്ലാം പറയാം. എന്നാൽ ഹരിദേവി മേനോന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നിനക്ക് നന്നായിട്ടറിയാം എന്റെ നിയമങ്ങൾ എന്താണെന്ന്. അത് തെറ്റിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും. നിന്നെ നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ വനിതാ സിഇഒ ആക്കാൻ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്റെ പെരുമാറ്റം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നീ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം. സത്യായിട്ടും എനിക്ക് ഒന്നും ഓർമ്മയില്ല മുത്തശ്ശ. എനിക്ക് ഒന്നും ഓർമ്മയില്ല. എക്സാക്ട്ലി. നിനക്കറിയാമായിരുന്നു നീ ചെയ്യാൻ പോകുന്നതിന് എന്ത് വലിയ വില നൽകേണ്ടി വരുമെന്ന്. എന്നിട്ട് നീ അത് ചെയ്തു. നിനക്ക് മാപ്പ് തരാനാകില്ല. പക്ഷേ എന്താണ് മുത്തശ്ശ? പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ചെയ്യാം. നീ ഇവനെ കല്യാണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഷെയറുകൾ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. നിനക്ക് സിഇഒ സ്ഥാനത്തേക്ക് മത്സരിക്കാം. അതാണ് ഒരേ ഒരു വഴി. അഭിനവിന് വിരൽ ചൂണ്ടിയാണ് ഹരിദേവ് മേനോൻ ഇത് പറഞ്ഞത്. അത് അനന്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാൻ അവകാശമില്ലേ? ആരാണെന്നറിയാത്ത ഇവന്റെ കൂടെ ഇനിയുള്ള ജീവിതം ഞാൻ ജീവിക്കണമെന്നാണോ? നിനക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ വാ തുറന്നാൽ പിന്നെ നിനക്ക് ഈ കമ്പനിയിൽ ഷെയറുകൾ കാണില്ല, സിഇഒ സ്ഥാനവും കാണില്ല. അത്രേ ഉള്ളൂ. അനന്യയുടെ സഹോദരൻ സൗരവ് പുഞ്ചിരിയോടെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ ഇവനെ കല്യാണം കഴിക്കാം. നല്ലത്. നിനക്ക് സമ്മതമല്ലേ? ഹരിദേവ് മേനോൻ അഭിനവിനെ നോക്കി ഇത് പറയുമ്പോൾ അനന്യ അപേക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതൊന്നും അഭിനവിന് ഓർമ്മയുണ്ടായിരുന്നില്ലെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം താനായിട്ട് ഇല്ലാതാക്കരുതെന്ന് അവനുണ്ടായിരുന്നു. കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. അത് കേട്ടതും ഹരിദേവ് മേനോൻ തലയാട്ടി. ഇന്ന് രാത്രി വിക്രമിന്റെ സ്ഥലത്ത് വെച്ച് ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്. അവിടേക്ക് ഇവനെ കൊണ്ടുവന്ന് നിന്റെ കല്യാണക്കാര്യം എല്ലാവരെയും അറിയിക്കണം. എന്നെ ഇനിയും നീ നിരാശനാക്കരുത്, മനസ്സിലായോ? അന്നത്തെ ദിവസം രാത്രി അഭിനവും അനന്യയും കൂടി ഒരു കറുത്ത കളർ കാറിന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. കാർ പതുക്കെ വിക്രമിന്റെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് അഭിനവ് യന്ത്രത്തോക്കുകളുമായി ആളുകൾ അവിടെ പെട്രോളിംഗ് നടത്തുന്നത് ശ്രദ്ധിച്ചത്. എന്താ ഇതൊക്കെ? അവൻ അവളെ പിന്തുടർന്ന് ആ വീട്ടിനകത്തേക്ക് പോയി. അവിടെ അഭിനവ് ആരാധിക്കുന്ന വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അഭിനവ് ഒരു ശബ്ദം കേട്ടു. അത് കേട്ടതും അവൻ അവന്റെ കൈ ചുമരിലിടിക്കാൻ തോന്നി. അത് ദേവന്റെ ശബ്ദമായിരുന്നു. വൈഷ്ണവിയുടെ പുതിയ കാമുകൻ ദേവന്റെ ശബ്ദം. എടാ ദരിദ്രവാസി, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവസാനം നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ നിന്നെ ഓർമ്മിക്കണം. അപ്പോ ഭാഗ്യം നിന്റെ കൂടെയായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കടാ. എന്താ ഇവിടെ ഒരു ശബ്ദം? വളരെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പൗരുഷമുള്ള ഒരാൾ അങ്ങോട്ടേക്ക് അംഗരക്ഷകരുടെ ഒപ്പം കടന്നു വന്നു. അയാളെ കണ്ടതും ദേവൻ ബഹുമാനത്തോടെ മാറി നിന്നു. അനുവാദമില്ലാതെ പാർട്ടിയിലേക്ക് ഇവൻ കയറി വന്നതാണ് വിക്രം സാർ. വിക്രം അഭിനവിനെ ആകെ മൊത്തം നോക്കി. പെട്ടെന്നാണ് അവന്റെ വിരലിൽ കിടക്കുന്ന മോതിരം അയാൾ ശ്രദ്ധിച്ചത്. അതോടെ അയാളുടെ മുഖഭാവം മാറി. എന്റെ കൂടെ അകത്തേക്ക് വാ. അഭിനവ് ചുറ്റും നോക്കി. അവന് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. അവൻ വിക്രമിനെ പിന്തുടർന്നു. വിക്രം അഭിനവിനെ കൊണ്ടുപോകുന്നത് കണ്ട ദേവൻ പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. അനന്യയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അവർ ഇരുവരും വിക്രമിന്റെ ഓഫീസിനുള്ളിലേക്ക് കയറി. നിന്റെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം ഒന്ന് കാണട്ടെ. വിക്രം ചോദിച്ചത് കേട്ടതും അഭിനവ് തന്റെ കൈകൊണ്ട് മോതിരം മറച്ചു പിടിച്ചു. എന്തിനാ? എന്താണ് തന്റെ മോതിരത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പേടിക്കണ്ട, ഞാൻ നിന്റെ മോതിരം തട്ടിയെടുക്കാൻ പോകുന്നില്ല. എനിക്കൊരു കാര്യം നോക്കണം. മടിച്ചിട്ടാണെങ്കിലും അഭിനവ് തന്റെ കയ്യിൽ കിടന്ന മോതിരം ഊരി വിക്രമിനെ ഏൽപ്പിച്ചു. അവൻ ആ മോതിരം ആകെ മൊത്തം നോക്കി. ആ മോതിരത്തിലെ ടി എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടതും അയാളുടെ വാ അറിയാതെ തുറന്നുപോയി. ടൈഗർ, ഇത് ശരിക്കും നീയാണോ? അത് കേട്ടതും അഭിനവ് ഞെട്ടിപ്പോയി. ഇതിനു മുൻപ് അവനെ ടൈഗർ എന്ന് വിളിച്ചിട്ടുള്ളത് അവന്റെ അച്ഛൻ മാത്രമായിരുന്നു. പക്ഷേ വിക്രമിന് എങ്ങനെ അതറിയാം? അവൻ സ്വയം ചിന്തിച്ചു. നിന്നെ അവസാനം കണ്ടുപിടിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 18 വർഷങ്ങളായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയാമോ? അറിയാമോന്നോ? ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. വിക്രം ചുമരിൽ തൂക്കിയിരുന്ന ഒരു ചിത്രം അവന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാണ് കോടിക്കണക്കിന് രൂപയുടെ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രത്തിൽ ചെറുപ്പക്കാരൻ വിക്രമും മുഖത്ത് വലിയൊരു പാടുള്ള തിരിച്ചറിയാനാകാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നു. ആ മുഖം കണ്ടപ്പോൾ അഭിനവിന് നല്ല പരിചയമുള്ളതുപോലെ തോന്നി. അയാളുടെ മുഖത്തെ പാട് തന്നെ അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവന്റെ കാതുകളിൽ അച്ഛന്റെ ശബ്ദം മുഴങ്ങി. എന്നെ വെടിവെച്ചവന്റെ മുഖം നീ ഓർത്തു വെക്കണം. ടൈഗർ, നീ ഇതിന് പ്രതികാരം ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പതാ. ആ ചിത്രത്തിലുള്ളത് അയാളായിരുന്നു. അഭിനവിന് വിക്രമിനെ വിശ്വസിക്കാനാകുമോ? അതോ തന്റെ അച്ഛന് സംഭവിച്ചത് തന്നെ അയാൾ കാരണം അവന് സംഭവിക്കുമോ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അറിയുന്നതിനായി പോക്കറ്റ് FM ഓഡിയോ സീരീസ് ആയ ദി റിട്ടേൺ ഓഫ് ടൈഗർ ഇപ്പോൾ തന്നെ കേൾക്കാൻ ആരംഭിക്കൂ. ഡൗൺലോഡ് ദി പോക്കറ്റ് FM ആപ്പ് നൗ.